മിട്ടു കാക്കയുടെ ദാഹം. അച്ഛൻ വായിച്ച കഥയെ കേട്ടോ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു മിട്ടു എന്ന പേരുള്ള ബുദ്ധിനായ ഒരു കാക്ക ജീവിച്ചിരുന്നു. ഒരിക്കൽ നല്ല ചൂടുള്ള ഒരു ദിവസം പട്ടണത്തിന് മുകളിലൂടെ പറന്നപ്പോൾ മിട്ടുവിനും വല്ലാത്ത ദാഹം തോന്നി. അപ്പം മിട്ടു എന്നെ ചെയ്തു അവന് പല വീടുകളുടെ മുകളിലൂടെ പറന്നു നോക്കിയാലും വെള്ളം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം മിട്ടു എന്നെ ചെയ്തു, പല വീടുകളിലും മുകളിലൂടെ ഇങ്ങനെ പറന്ന് നോക്കി, എല്ലായിടത്തും നോക്കി. ഇങ്ങനെ മിട്ടുവിൻ്റെ ആ ഇത് വെച്ച് എല്ലായിടത്തും നോക്കിയപ്പോൾ വെള്ളമൊന്നും കണ്ടില്ല. അപ്പം പെട്ടെന്ന് അവൻ ഒരു വീടിൻ്റെ മുകളിൽ ഒരു കുടം ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് മിട്ടു ഇങ്ങനെ നോക്കി വന്നപ്പം ഒരു കുടം ഇരിക്കുന്നത് കണ്ടു. ഇങ്ങനെ ഒരു കുടം ഇരിക്കുന്ന വലിയൊരു കുടം ഇരിക്കുന്നത് കണ്ടു മിട്ടു. ആ കുടത്തിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു എന്ന് കരുതി മിട്ടു അടുത്തേക്ക് ചെന്നു. മിട്ടു എന്നെ ചെയ്തു, ആ കുടത്തിൻ്റെ അരിയിലേക്ക് ഇങ്ങനെ പറന്ന് ചെന്നിരുന്നു. അപ്പം മിട്ടു എന്നെ വിചാരിച്ചു, ആ കുടത്തിനകത്ത് കുറച്ച് ശകലം വെള്ളമുള്ളായിരുന്നു തോന്നി. കുടത്തിൻ്റെ അരിയിലെത്തി മിട്ടു അതിലേക്ക് നോക്കിയപ്പോൾ കുടത്തിന് താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇങ്ങനെ മിട്ടു നോക്കിയപ്പോൾ കുടത്തിൻ്റെ അടുത്ത് പോയിരുന്നു. മിട്ടു പറന്ന് മിട്ടു കുടത്തിൻ്റെ അടുത്ത് പോയിരുന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. സന്തോഷമൊക്കെ അവൻ കുടത്തിൻ്റെ മുകളിലേക്ക് കയറി തൻ്റെ കൊക്കുകൾ കൊണ്ട് വെള്ളം കുടിക്കാൻ നോക്കി. ഈ മുറ്റുവിൻ്റെ കൊക്കില്ലേ, കൊക്ക്, അത് നേരെ പറന്ന് ചെന്ന് മിട്ടു അവിടെ ആ കുടത്തിൻ്റെ മേളിൽ കയറിയിരുന്നു. അപ്പം മിട്ടു എന്നെ ചെയ്തു, ആ മിട്ടുവിൻ്റെ കൊക്കുകൾ വെച്ചിങ്ങനെ നോക്കിയപ്പം വെള്ളം തീരെ ഉള്ളായിരുന്നു. തീരെ വെള്ളം ഉള്ളായിരുന്നു. അപ്പം എന്നെ ഇത് മിട്ടു പക്ഷേ കുടത്തിൻ്റെ അടിത്തട്ടിലുള്ള വെള്ളത്തിലേക്ക് അവൻ കൊക്കില്ലേ, ഇതിൻ്റെ കൊക്ക് വെച്ച് എത്തിയില്ല. വെള്ളം കിട്ടാൻ നോക്കിയില്ല. അവൻ ചുറ്റും നോക്കി. ഇങ്ങനെ വെള്ളം കിട്ടാൻ അവൻ എന്നെ ചെയ്തു. അവിടെ ഒരു വശത്ത് കുറച്ച് കല്ലുകൾ കൂട്ടിക്കിടക്കുന്ന അവൻ കണ്ടു. കുഞ്ഞു കല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടു. മിട്ടു എന്നെ ചെയ്തു. പെട്ടെന്ന് അവനൊരു ഉപായം തോന്നി. പെട്ടെന്ന് അവനൊരു ഉപായം തോന്നി. അപ്പം ഉപായം എന്ന് പറഞ്ഞാൽ എന്നതാ, പെട്ടെന്ന് അവൻ്റെ തലയ്ക്ക് ചെറിയൊരു ബുദ്ധി തോന്നി. അപ്പം മിട്ടു എന്നെ ചെയ്തു, മിട്ടു ഇങ്ങനെ ആ കുടത്തിൻ്റെ അവിടെ കയറി ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ കുറച്ച് കല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന സൈഡിൽ കിടക്കുന്നത് കണ്ടോ? കണ്ടോ കല്ലുകൾ? കണ്ടില്ല? അവൻ എന്നെ ചെയ്തു, ഒരു കല്ല് അവൻ പറന്നുപോയി. അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് പോയി ഒരു കല്ല് കൊത്തിയെടുത്ത് കുടത്തിൽ കൊണ്ടിട്ടു. ഇങ്ങനെ ഒരു കല്ലിങ്ങനെ കൊത്തി അവൻ പെട്ടെന്ന് ഒരു കുടത്തിൻ്റെ അകത്ത് കൊണ്ടിട്ടു. അപ്പോൾ കുടത്തിലെ വെള്ളം കുറച്ച് പൊങ്ങി വന്നു. വെള്ളമില്ല, ഇങ്ങനെ കുറച്ച് പൊങ്ങി വന്നു. പക്ഷെ വീണ്ടും തൻ്റെ കൊക്കുകൾ കുടത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. പക്ഷെ വെള്ളം കിട്ടിയില്ല. മിട്ടുവിന് വെള്ളം കിട്ടിയില്ല. അവൻ പിന്മാറാൻ തയ്യാറായില്ല. അവൻ പിന്നെയും പരിശ്രമിക്കാൻ നോക്കി. കല്ലുകൾ പെറുക്കി വീണ്ടും കൊണ്ടിട്ടു. കല്ല് ഉണ്ടോ? നമുക്ക് കല്ലുകൾ മിട്ടുവിൻ്റെ എത്തിയുണ്ടോ? കല്ലുകൾ കൊണ്ട് ഇറക്കുന്നുണ്ടോ? കല്ലുകൾ പിടി കൊണ്ടിടുന്നുണ്ടോ? അവൻ വേറൊരു കല്ലുകൾ പെറുക്കിയിടാൻ നോക്കി. പക്ഷെ അങ്ങനെ കുറച്ച് വെള്ളം പൊങ്ങി വന്നു. അവൻ ചെറുതായി കൊക്കുകൾ വെള്ളത്തിലേക്ക് എത്തിയില്ല. അവൻ വീണ്ടും കൊക്കുകൾ കൊണ്ട് പക്ഷെ അപ്പോഴത്തേക്ക് മിട്ടു നന്നായി ക്ഷീണിച്ചു. അപ്പം ഇങ്ങനെ ഇരിക്കുക മിട്ടു. പക്ഷെ
എങ്ങനെയായി ഈ വെള്ളം കുടിക്കണമെന്ന് മിട്ടു തീരുമാനിച്ചു. എന്തായാലും എനിക്ക് ഈ വെള്ളം കുടിച്ചേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലത്തില്ല. നോക്ക് മിട്ടു ഇല്ലേ, മിട്ടു. അപ്പം ഈ വെള്ളം കുടിച്ച് വീട്ടിലോട്ട് പോകത്തുള്ളൂ ഞാൻ തീരുമാനിച്ചു. ഒരു കല്ലുകൾ വീഴുമ്പോൾ വെള്ളം പൊങ്ങി വരുമെന്ന് മിട്ടു വിചാരിച്ചു. വീണ്ടും ഒരു കല്ലുകൾ കൊണ്ടിടാൻ നോക്കി. അങ്ങനെ വെള്ളം പതുക്കെ പൊങ്ങി വന്നു. വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നു. അവസാനം വെള്ളം ഉയർന്ന് കുടത്തിന് മുൾഭാഗത്ത് വരെ എത്തി. തന്റെ പ്രയത്നത്തിന് ഫലം ഉണ്ടായത് കണ്ടപ്പോൾ മിട്ടുവിന് സന്തോഷമായി. മിട്ടുവിന് വളരെ സന്തോഷമായി. അത്ര വെള്ളം പൊങ്ങി വന്ന് കണ്ടോ. അപ്പം പിന്നെ ഇത് മിട്ടു അവൻ തൻ്റെ കൊക്കുകൾ കൊണ്ട് കുടത്തിൽ നിന്നും വെള്ളം കുടിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ കുടത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കാൻ തുടങ്ങി. ദാഹം മാറിയ ശേഷം മിട്ടു കാക്ക സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് പറന്നുപോയി. വളരെ മിട്ടു തന്നെയായിരുന്നു. വളരെ സന്തോഷത്തോടെ മിട്ടു എന്ത് ചെയ്യും, വളരെ സന്തോഷത്തോടെ മിട്ടു പറന്ന് സന്തോഷത്തോടെ പോകും. മിട്ടുകാക്കി എന്ത് ചെയ്യും, മിട്ടുകാക്കി എന്ത് ചെയ്യേ പൊന്നു വിളിച്ച് മിട്ടു എന്ത് ചെയ്യും, മിട്ടുകാക്ക് വളരെ സന്തോഷത്തോടെ വീട്ടിലോട്ട് പറന്ന് പോയി. പറന്ന് പോയി. മിട്ടുകാക്ക എങ്ങോട്ടാ പോയത്? വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ദാഹം മാറ്റിയിട്ട് വീട്ടിലോട്ട് പോയി. സന്തോഷത്തോടെ പോയി. ചിരിക്ക്. അങ്ങനെ നമ്മുടെ കഥ തീർന്നു. മിട്ടുകാക്ക എവിടെ പോയി? സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലോട്ട് പറന്ന് പോയി. മിട്ടുകാക്കയുടെ പോയി. വളരെ സന്തോഷത്തോടെ മിട്ടുകാക്ക വീട്ടിലോട്ട് പോയി.